അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ പോവുകയാണ്. ഹായ് ഹലോ, ഞങ്ങളെ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. വേറെ ഒന്നുമില്ല, ഒരു ട്രെയിൻ യാത്ര ഉദ്ദേശിച്ച് വന്നതാണ്. എവിടെ എത്തിച്ചേരും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. വൈഫിൻ്റെ മക്കളോടും പറഞ്ഞുള്ളത് ഇതാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ പോയിട്ട് വരാം, ട്രെയിനിൽ മക്കളൊന്ന് കയറ്റാം, നീയും കയറിയിട്ടില്ലല്ലോ പോരെ, നമുക്ക് തൃശ്ശൂർ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ എറണാകുളം വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ്. 130 രൂപയ്ക്ക് എറണാകുളം വരെ 4 ആൾക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങളതിൽ കയറിയിട്ട് ഇപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ട് ഉള്ള ട്രെയിനിൽ കയറുന്ന കാരണം ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിന് ട്രെയിൻ മൂവായി ഗുരുവായൂരിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂരിനോട് വിട പറഞ്ഞ് ട്രെയിൻ പയ്യെ സ്പീഡ് കൂടി തുടങ്ങി. ഇനി നേരെ തൃശ്ശൂർ ചെല്ലണം. തൃശ്ശൂർ ചെന്നതിന് ശേഷം ഞാൻ ഇവരോട് പറയുള്ളൂ എറണാകുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തൃശ്ശൂർ ചെന്ന് ഇറങ്ങിയ വശം വൈഫിന് ചോദിച്ചു അടുത്ത എവിടേക്കാൻ പോകുന്നത്, വടക്കുന്നാഥനിലേക്കാണോ എവിടേക്കാണ് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, നമ്മൾ അടുത്ത ട്രെയിൻ മാറി കയറണോ, അടുത്ത വേഗം നടന്നോ, അടുത്ത ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓടി ചെന്ന് ട്രെയിനിൽ കയറിയപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് മറ്റേ ഇതാണ്, ജനറൽ കമ്പാർട്ട്മെൻ്റ് അല്ല. അത് കാരണം സീറ്റ് കിട്ടിയിട്ടില്ല. വൈഫിനും കുട്ടികൾക്കും ഒരു സ്ഥലം കിട്ടി, അവരവിടെ ഇരുന്നു. നേരെയുള്ള യാത്ര എറണാകുളം സൗത്തിൽ പോയി ഇറങ്ങി നേരെ എവിടേക്കാണ് ചോദിച്ചത് നടന്നോ, ഞാൻ പറഞ്ഞുതരാമാണ്. നേരെ ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് കയറി ബാത്റൂമിലൊക്കെ ഒന്ന് കയറി ഫ്രഷായിട്ട് മുഖമൊക്കെ കഴുകി നേരെ വന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് നേരെ ഹൈക്കോർട്ടിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ഞാൻ പണ്ട് ഒരു 5-6 കൊല്ലം മുന്നെയാണ് ഇവിടെയൊക്കെ കറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ശേഷം എറണാകുളത്തേക്ക് ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എറണാകുളത്തേക്ക് വന്നിട്ടേ ഇല്ല. ആകെ ഒരു തവണ പിന്നെ വന്നിട്ടുള്ളൂ ലുലു മാളിലേക്ക്. അത് ഞാൻ വേറെ ഫാമിലീനായിട്ട് കാറോട്ടോ ആയിട്ട് വന്നതാണ്, അല്ലാതെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടേ പ്രാന്തായിരുന്നു. കാരണം ട്രെയിനിലെ ഭയങ്കര ലാഗായിരുന്നു. കുറേ ഭാഗത്ത് ഇടപ്പള്ളിയിലൊക്കെ കുറേ നേരം പിടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തിൻ്റെ വളരെ ഭംഗി എന്ന് വെച്ചാൽ ഞങ്ങൾ വേറിട്ട കാഴ്ചയാണല്ലോ. ആദ്യമായിട്ട് മക്കൾ ഭാര്യയും വരുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് അത് വളരെ ആസ്വദിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ട്രെയിൻ കയറി തൃശ്ശൂർ വരണ വരെ ഇവരാരും പ്രതീക്ഷിച്ചിട്ടില്ല എറണാകുളത്തേക്ക് എത്തുന്നു. അവരെല്ലാവരും വിചാരം തൃശ്ശൂർ വടക്കുന്നാഥനിൽ വന്നിട്ട് തൊഴുതിട്ട് പോവാം, തൃശ്ശൂർ ഒന്ന് കറങ്ങാമെന്നുള്ള ഇതാണ്. പക്ഷേ സർപ്രൈസായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നേരെ ചെന്ന് ഹൈക്കോർട്ടിൽ ഇറങ്ങുക, അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നമുക്കൊരു വാട്ടർ മെട്രോ യാത്ര നടത്തുക, തിരിച്ച് പോവുക എന്നുള്ളതാണ് നമ്മളെ ഇതിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. അങ്ങനെ നേരെ ഞങ്ങൾ ചെന്ന് ഹൈക്കോർട്ടിൽ വണ്ടി ഓട്ടോറിക്ഷ കൊണ്ടുപോയി നിർത്തി. ഓട്ടോ ചേട്ടൻ നല്ല പെരുമാറ്റമായിരുന്നു. നമ്മൾ ടിക്കറ്റ് അടിക്കാതെയാണ് ഓട്ടോയ്ക്ക് കയറി, അതുകൊണ്ട് തന്നെ ഡബിൾ ചാർജ് വാങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു സുരഭി ഹോട്ടലിൽ കയറി ഒരു സദ്യ കഴിച്ചു നേരെ മെട്രോയിലേക്ക് വന്നു. വളരെ സ്പീഡായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. കാരണം ബഡ്ജറ്റ് ചിലവ് കുറവിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ഞാൻ വീട്ടിലുള്ള ആൾക്കാരെ അടുത്ത് ഒക്കെ കാണുമ്പോൾ ടൂർ കടം വീട്ടാതെ വിചാരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴേലൊക്കെ ഒരു പുറത്തിറങ്ങിയ യാത്രയൊക്കെ വേണ്ടേ, മക്കൾക്ക് ഇതിപ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ, ഇങ്ങനെ ലോകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. അല്ലെങ്കിൽ പൊട്ടക്കാനത്തിലെ തവള പോലെ ആവില്ലേ. അപ്പോൾ നമ്മളല്ലാണ്ട് വേറെ അവരാരോ മാതിരി മക്കളെയും അവരാരല്ലാണ്ട് വേറെ ആരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഹൈക്കോർട്ടിൽ വന്നു. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഈ ടെർമിനലിൻ്റെ ഉള്ളിലാണ്. ടെർമിനൽ എന്ന് പറയാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. പിന്നെ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു, വരിയിൽ വന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു 4 ആൾക്കും ടിക്കറ്റ് എടുക്കണമെന്നാണ്. കുട്ടികളെ കൺസെപ്ഷനൊന്നുമില്ല, എല്ലാവർക്കും ടിക്കറ്റ് വേണമെന്ന്. അപ്പോൾ 4 ആൾക്കുള്ള ടിക്കറ്റ് എടുത്ത് ഈ ഒരു ടിക്കറ്റ് കാർഡാണ് തന്നത്. ഇതവിടെ കാണിക്കുമ്പോൾ അവർ സെൻസർ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റും. അങ്ങനെയാണ് സിസ്റ്റം. അങ്ങനെ ടിക്കറ്റ് കയറ്റി ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഹാളിലേക്ക് കയറ്റിയിരുത്തി. ഇനി മെട്രോ വരാനുള്ള വെയിറ്റിംഗാണ്. നല്ല വൃത്തി നല്ല ഭംഗിയുള്ള ഹാളാണ്. അങ്ങനെ അകത്തേക്ക് കയറി മെട്രോ വന്ന് നമ്മളോട് കയറാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഗൈഡായിട്ട് സിദ്ധു മുന്നോട്ട് ഓടി നടക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ട് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ബോട്ടിൽ കയറുന്നതിൻ്റെ സന്തോഷം, അതും മെട്രോ ഇതല്ലേ, വാട്ടർ മെട്രോയിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ എന്ന് വെച്ചാൽ
വളരെ സന്തോഷം. ഇംഗ്ലീഷ് പറയുന്നവർക്ക് തെറ്റുണ്ടാകും, അതൊന്നും വലിയ കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഉള്ളൊരു മൂഡായി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ ഇരുന്നിരുന്ന കാരണം തന്നെ ഞങ്ങൾക്ക് വേഗം സീറ്റ് കിട്ടി കേട്ടോ. സീറ്റൊക്കെ കിട്ടി. നമ്മളെ ബാക്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇതിൽ ഒരു ഇത്ര ആളെ കയറാൻ പാടുള്ളൂന്നുണ്ട്. ആ ആൾക്കാരായി അവർ സ്റ്റോപ്പ് ചെയ്യും. ബാക്കി ആൾക്കാർ തേഞ്ഞില്ലെങ്കിൽ പിന്നെ എത്ര ആൾക്കാർ കുറവുള്ളൊക്കെ അവരും കൂടി കടത്തി വിടും. തേഞ്ഞ് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. അങ്ങനെ ഇതിൽ നിന്നിട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ വളരെ രസകരമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി വളരെ ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് മൂവായിരിക്കുന്നത് ഇളകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇളക്കൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വൈബ്രേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഭയങ്കര ഒരു സൗണ്ടോ ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കില്ല. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു AC-യിൽ ഇരിക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ പുറം കാഴ്ചകളൊക്കെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പുറം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഹൈക്കോർട്ടിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ്. ഫോർട്ട് കൊച്ചിക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 4 പേർക്ക് കൂടിയിട്ട് 160 രൂപ ടിക്കറ്റ്. 160 രൂപ. അപ്പോൾ 40 രൂപ വെച്ചിട്ട് ടിക്കറ്റ്. അതിന് അവിടെ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ മറ്റേ ബോട്ടുകളൊക്കെ അല്ലേ, ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുക്കണം ചോദിച്ചാൽ പറഞ്ഞു. അപ്പോൾ അതിനെക്കാട്ടി സുരക്ഷിതമായിട്ട് 40 രൂപയിൽ ചാർജ്, വളരെ ചിലവ് ചുരുക്കി ചാർജിൽ ഇത്രയും നല്ല ഏറ്റത്തിൽ യാത്ര ചെയ്യാം. ഇത് സംഭവം ബോട്ടിംഗ് സിസ്റ്റം ഇതല്ലല്ലോ, ഇതൊരു യാത്ര വരുന്ന വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ആ ചാർജേ ഉള്ളൂ, അല്ലാതെ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന സംഭവമല്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിൽ കയറിയെന്നുമായി, മെട്രോയിൽ സഞ്ചരിച്ചെന്നായി, നമ്മൾ ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരിക എന്നുള്ളതായി എന്നുള്ള ലെവലിലാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഇതിൽ ഈ മെട്രോയിൽ ഇപ്പോൾ ഞങ്ങളെ കയറിയതിൽ ഒട്ടുമിക്ക ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവരും ഇവിടെ തന്നെ ഹൈക്കോർട്ടിൽ നിന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചിക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. അവിടെ ചെല്ലി ഇറങ്ങിയ അടുത്ത ബോട്ടിൽ തിരിച്ചുകൊണ്ട് പോരുക. ഈ വാട്ടർ മെട്രോയിൽ കയറാൻ വന്ന ആൾക്കാരാണ് കൂടുതൽ പേര് കിട്ടാം, ടൂറ് പോലെ. അപ്പോൾ ഭയങ്കര അത് കാരണം എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ്. എല്ലാവരും അങ്ങോട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ട് ആസ്വദിച്ചാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു അനുഭൂതി തന്നെയാണ്. ചാട്ടമോ ഇളക്കമോ ഒന്നും ഇതിൽ ഇല്ല. വളരെ സുഖമായിട്ട് AC-യിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാം. വളരെ കംഫർട്ടബിളാണ്. വളരെ രസകരമായിട്ട് കൊച്ചിയുടെ പല കാഴ്ചകളും, എന്താ വെച്ചാൽ തീരപ്രദേശത്തെ കാഴ്ചകൾ വളരെ രസകരമായിട്ട് ബിൽഡിങ്ങുകൾ, ദൂരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡ് 2 സൈഡിലും ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാതിൻ്റെ നടുക്കിൽ കൂടെ നമ്മൾ കായലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക സംഭവം. കാരണം ഇതുവരെ യാത്ര ചെയ്യാത്ത ഞങ്ങൾ ബോട്ടിലൊന്നും അധികം യാത്രയില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ ഒക്കെയാണ് പൊന്നാനിയിലേക്കൊക്കെ പോകുമ്പോഴാണ് വഞ്ചിയിലൊക്കെ ഒന്ന് യാത്ര ചെയ്തത്. അത് ഞാൻ വൈഫും കുട്ടികളൊന്നും യാത്ര ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൂർ വരിക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങൾ ബൈക്കിൽ പോകുന്ന ദൂരങ്ങളിലൊക്കെ ഒരുവിധം അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ബീച്ചിൽ, ആനക്കോട്ടയിലൊക്കെ ഞങ്ങൾ യാത്ര ഉണ്ടാവാറ്. പക്ഷേ ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള യാത്രയായിരുന്നു ഞങ്ങളുടെ യാത്ര. പിന്നെ ഇതിലൊരു ഇളക്കം പോലും ഇല്ല. കാരണം ഈ കുട്ടിയൊക്കെ കിടന്നിട്ട് ചാടി കളിക്കണം, നമുക്ക് അതൊന്ന് പിടിച്ച് തൂങ്ങി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇതില്ല എന്നില്ല. ഇത് വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരു ജർക്കിങ്, ഇതിൽ സൗണ്ട്, എൻ്റെ ശല്യം, എൻജിൻ്റെ സൗണ്ടിൽ ശബ്ദം, അങ്ങനെ ഒന്നും സംഭവത്തിലില്ല. അതിന് വളരെ രസകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സംഭവം. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ നടുക്കിൽ കൂടെ ഇങ്ങനെ യാത്ര, നടക്കല്ല ഇതിന് കൂടിയിട്ട് എന്തെന്ന് പറയുക, ഫോർട്ട് കൊച്ചിയുടെ ആ ഭാഗത്തേക്ക് എത്താറായി. ഇതാ ഫോർട്ട് കൊച്ചിയുടെ ടെർമിനൽ കാണുന്നു. ചീനവല, കൊച്ചിയുടെ സൗന്ദര്യമായ ചീനവലകളുടെ നിരന്ന് നിൽക്കുന്നുണ്ട് 2 സൈഡിനും. ആ സൈഡിനും പുറത്തെ സൈഡിനും കുറച്ച് വലകൾ ഉണ്ടായിരുന്നു. ആണോ ചീനവലകൾ. വളരെ രസകരമായിട്ട് ഫോർട്ട് കൊച്ചി. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ ടെർമിനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഇറങ്ങുക, അടുത്തത് എപ്പോഴാണോ നോക്കുക, അതിൻ്റെ ടിക്കറ്റ് എടുക്കുക, അവിടെ തിരിച്ചു പോരുക. പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ അതിനോട് ചേർന്ന് അതിൻ്റെ മെട്രോ കൊണ്ടുപോയി അവർ നിർത്തുകയാണ്. നല്ല രസകരമായിട്ട് ക്ഷീണമല്ല. ഇത് കുറച്ച് മുന്നേ ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണം താവുന്നുണ്ടല്ലോ, അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷേ നല്ല രസമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലാത്ത സംഭവമല്ലേ ക്ഷീണമല്ല. അത് കൊച്ചിയിൽ വന്നിട്ടൊക്കെ കാണാനുള്ള ഒരു രസമല്ലേ. മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള കഴിവ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നല്ല ഇറങ്ങാൻ ഞാൻ അവരോടൊക്കെ പറഞ്ഞു. കാരണം ബാക്കിലേക്ക് നിന്നാൽ മതി, ഏറ്റവും ഫ്രണ്ടിൽ പോയി തിക്കും തിരക്കൊന്നും കൂട്ടണ്ട, അങ്ങനെ മതി. എന്തിനാ തിക്കും തിരക്കായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇറങ്ങിയുള്ള ദിവസമാണല്ലോ. അപ്പോൾ ആ തിക്കിലും തിരക്കിലും ഒക്കെ മാറി നിന്നിട്ട് നല്ല എല്ലാറ്റം ബാക്കിൽ ആണ് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ കടന്നു പോയിട്ട് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുന്നുള്ളൂ എന്നുള്ളതിലാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ഇറങ്ങിയാണ്. ഫുള്ള് കണ്ട എല്ലാവരും വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. കാരണം എല്ലാവരും ടൂർ വന്നാണ് ഇവിടുത്തെ. ട്രിപ്പ് ആണ് സംഭവം. തന്നെ പല രീതിയിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ തിരിച്ചടുത്ത ഇതിൽ കയറി പോകാനുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഫീസിലടിച്ചിട്ട് അവർ ചീത്ത പറയുന്നുണ്ട്, അവിടെ കയറിപ്പോ എന്ന് പറയുന്നുണ്ട്. കാരണം ബാക്കിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ഫോട്ടോ വെച്ച് ടെർമിനലിൻ്റെ അകത്തേക്ക് കിടന്നപ്പോൾ അവിടെ ഒരു മെട്രോയുടെ ചെറിയ ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സംഭവത്തിലാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഈ ഒരു മെട്രോ അതിൻ്റെ ചെറിയ ഡമ്മിയാണ്, പക്ഷേ ഇതന്നെ സാധനം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ യാത്ര ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റിംഗ് ആണ്. അടുത്ത നമ്മൾ യാത്ര പോകുന്നിടത്താണ് കാണുന്നത്. ജങ്കാർ നമ്മൾ 2 ജങ്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. അങ്ങനെ ഞങ്ങളെ മെട്രോ വന്ന് നിർത്തിയപ്പോൾ ടിക്കറ്റ് എടുത്ത് അവർ അതിലേക്ക് കയറ്റി. അങ്ങനെ വളരെ രസകരമായിട്ടും വളരെ സന്തോഷത്തോടും കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. മെട്രോയിൽ തിരിച്ചു വരിക, ഹൈക്കോർട്ടിൽ വരിക, ഇറങ്ങുക, തിരിച്ച് നമുക്ക് നാട്ടിൽ വരാം എന്നുള്ള രീതി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടില്ല. വൈഫ് അവിടെ ഇരുന്നു, മോനെ മടി വെച്ചിട്ടിരുന്നു. സിദ്ധു ഇരിക്കുന്ന ഒരു പെട്ടിയുടെ മുകളിലാണ്. ആ പെട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, നമ്മളെ ലൈഫ് ജാക്കറ്റ് ഇല്ല, ലൈഫ് ജാക്കറ്റ് വെക്കുന്ന ബോക്സാണ്. അപ്പോൾ ഞാനും അതിൻ്റെ സൈഡിൽ കയറി. ഞങ്ങൾ 2 ഭയങ്കര വർത്താനം പറഞ്ഞിട്ട് വീഡിയോ എടുക്കലൊക്കെ അത് ക്ഷീണമായി സംഭവം. ഞങ്ങൾ കാലത്ത് നേരത്തെ ഇറങ്ങി 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട്. എങ്കിലും കൂടിയിട്ട് യാത്ര വളരെ രസകരമായിട്ട് ആസ്വദിക്കുന്നുമുണ്ട്. അപ്പം ഈ നേരെ കാണുന്ന വലിയ വലിയ ട്രെയിനുകളാണ്. ഈ കപ്പലിൽ നിന്ന് ലോഡ് ഇറക്കുന്ന ട്രെയിനുകളാണ്. ഈ കപ്പലിൽ നിന്ന് ലോഡ് ഇറക്കലും കയറ്റലൊക്കെ ഈ ട്രെയിനിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഷിപ്പുകൾ കൊടുന്ന് നിർത്തിയിട്ട് അതിൽ കയറ്റുമതി ഇറക്കുമതി ഒക്കെയാണ്. അപ്പോൾ ആ ട്രെയിനുകളൊക്കെ നല്ല രീതിയിൽ മക്കൾക്ക് കാണിച്ചു കൊടുക്കാനും അതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി. അപ്പോൾ അവർക്ക് നല്ലൊരു തന്നെ ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ പൊട്ടക്കിണറ്റിലെ തവളയിലായിട്ട് വളർന്ന പോരല്ലോ. പുറം ലോകം ഇങ്ങനെ പല പല ലോകങ്ങളും കാഴ്ചകളുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ മക്കൾക്ക് വളരാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇങ്ങനെ പുറത്തേക്ക് യാത്ര വന്നിട്ടുള്ളത്. അടുത്തു കൂടെ ഈ ബോട്ടുകളൊക്കെ എടുത്തു കൂടെ പോകുമ്പോഴൊന്നും ഇതിനൊരു ആട്ടോ കുലുക്കോ ജർക്കിങ്ങോ ഒന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ അതും പറയാനുണ്ട്. വളരെ സേഫും വളരെ രസകരം, വളരെ ത്രില്ലും ഇന്ന് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര ഇങ്ങനെ മെട്രോയിലത്തെ യാത്ര, വാട്ടർ മെട്രോ. ഇനി ഞങ്ങൾ ഇന്ന് വേറെ പ്ലാനും ഉണ്ടായിരുന്നു, മറ്റേ മെട്രോ ഉണ്ട് നമ്മളെ കൊച്ചി മെട്രോ, അതിൽ യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിൽ സമയം നേരം വൈകി. ഞങ്ങൾ ആ ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല. നമുക്ക് തിരിച്ച് ഇന്ന് രാത്രിക്ക് തന്നെ വീട്ടിലെത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഈ വാട്ടർ മെട്രോയ്ക്കാണ് കടന്നു വന്നത്. അവിടെ ഒരു തരിയെ ഇളക്കം പോലും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നും എല്ലാവരും ഹാപ്പി ആയിട്ട് നിന്നിട്ട് വർത്തരം വീഡിയോ എടുക്കലൊക്കെയാണ്. അല്ല തൊട്ടടുത്ത് കൂടെ ഒരു ബോട്ട് പോയി, അപ്പോഴും ഒരു കുലുക്കമില്ല. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓടി കളിക്കുന്നുണ്ട്.
കുഞ്ഞു കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അത്രയും സേഫാണ്. അതിൻ്റെ ഉള്ളിൽ അത്ര വാട്ടമോ ഇളക്കമോ സാധാരണ വഞ്ചിയിൽ കയറിയ പോലെ ഉള്ളൊരു ഫീലോ ബോട്ടിൽ കയറിയ പോലത്തെ ഒരു ഫീലൊന്നും അല്ല. എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ വളരെ രസകരമായിട്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ യാത്ര ചെയ്യുന്നത്. നമുക്ക് വളരെ ഫുൾ ട്രെയിൻ യാത്ര മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ബസ് തിരിച്ചു പോകുമ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ മാത്രം ബസ്സിൽ യാത്രയില്ല. തൃശ്ശൂർ വരെ ഞങ്ങൾ ട്രെയിനിൽ തന്നെ കയറുള്ളൂ. കാരണം എന്നല്ല, ഇവർ മക്കൾ ഭാര്യ ഛർദ്ദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടേ പളനിക്ക് വരെ മുട്ടടിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ മൂത്താളെ മുട്ടടിക്കാൻ കൊണ്ടുപോയി ഇന്നോവ റെൻറ്റിന് എടുത്തിട്ടാണ്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ആ ട്രിപ്പ് പോയി വന്നത്. എന്നിട്ട് ഒരു ദിവസം ഫുള്ളിരുന്ന് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടിക്കും. ഇവർ ഛർദ്ദിക്കും, നിർത്തും. അങ്ങനെ ആയിട്ട് ഒരു രാത്രി ഫുള്ളിരുന്ന് വണ്ടി ഓടിക്കേണ്ടി വന്നു. എനിക്ക് 4.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഓടിച്ചെത്തിയ സ്ഥലത്തേക്ക് 12 മണിക്കൂർ ഇരുന്ന് ഓടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇവരായിട്ട് യാത്ര പോകുമ്പോൾ തന്നെ വളരെ എവിടേക്ക് ഇറങ്ങിയാലും ഒന്നെങ്കിൽ ബൈക്കിൽ അല്ലെങ്കിൽ ട്രെയിനിലെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ബൈക്കിലാണ് ഞങ്ങൾ യാത്ര കൂടുതലുണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ടിൽ വന്ന് ചേരുകയാണ്. ഹൈക്കോർട്ടിനോട് ചേർന്ന് ബോട്ട് അടുപ്പിക്കുകയാണ്. നമ്മൾ വാട്ടർ മെട്രോ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിദ്ധുവിൻ്റെ ഭയങ്കര ഇതാട്ടോ കളിയാണ്. മറ്റാളും അതെ, മറ്റാൾ പാട്ടൊക്കെ പാടുന്നൊക്കെ കളിക്കുന്നുണ്ട്. വളരെ ഹാപ്പിയായി മൂപ്പര്. കാരണം മൂപ്പര് കുറച്ച് ദിവസമായിട്ട് പറയാറുണ്ട് ബോട്ടിലൊക്കെ പോകണോട്ടൊക്കെ, ബോട്ടിൽ പോകണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അവരോട് പറയാതെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. നമ്മൾ പറയാതെ സസ്പെൻസായിട്ട് ഇവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തൃശ്ശൂർ വന്ന് ഇറങ്ങണ വരെ അവർക്ക് അറിയില്ല ഇവിടുത്തെ യാത്ര. അത് കഴിഞ്ഞിട്ട് വലിയ പിടുത്തൊന്നുമില്ല. ഞാൻ എവിടേക്കാന്ന് ഈ പ്ലാനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ കാർഡ് നമ്മൾ ഇങ്ങനെ സെൻസർ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റി വിടുന്നത്. ഒരു ടീമിലൊരു കാർഡാണ്. അതിൽ എത്ര പേരാണെന്ന് അവർക്ക് പഞ്ചിട്ട് അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. അതിൻ്റെ സെൻസറിൽ ഉണ്ടാവും. നമുക്ക് 4 ആൾക്ക് ഒരു കാർഡാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ കാർഡ് അവർ തിരിച്ച് വാങ്ങിച്ച് വെക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ടിൽ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. ഇനി നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇനി വേറെ എവിടെയും കയറുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ വശം തന്നെ ഫ്രണ്ടിൽ തന്നെ കുലുക്ക സർബത്തിൻ്റെ ഒക്കെ കടകളാണ്, ചായക്കടകൾ, കുലുക്ക സർബത്ത് കടകളാണ്. അപ്പോൾ 2ാമത്തെ കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതിനവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. മറ്റുള്ളതൊക്കെ നല്ല തിരക്കുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ ഒഴിഞ്ഞ ഗ്യാപ്പിന് ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സർബത്ത് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് നല്ല രസകരമായിട്ട് അത് കുലുക്ക് സർബത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രസകരമായിട്ട് തന്നെ അവൻ അതിൻ്റെ അവൻ്റെ കലാവിരുദ്ധ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കൂടി ഹരായി തോന്നുന്നു. ഭയങ്കര രസകരമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതന്നെ കുട്ടികൾക്ക് അത് കണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കുട്ടികൾ ധൃതി അടിക്കൽ തുടങ്ങി. ഒരെണ്ണം വാങ്ങിയുള്ളൂ കേട്ടോ, വേറെ ഒന്നല്ല. ഇപ്പോൾ പനി മാറിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തണുത്ത കഴിച്ചിട്ട് വയ്യാണ്ടാവണ്ടെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവർക്ക് നേരം കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്, ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ നേരെ എസ്കലേറ്റർ കയറുന്ന ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഓടിക്കയറിയിട്ട് പോകുന്നു. വൈഫ് ആകെ പെട്ടു. അങ്ങനെ ഞങ്ങൾ യാത്ര തൃശ്ശൂർക്കാണ് ട്രെയിൻ കിട്ടിയത്. 50 രൂപ ടിക്കറ്റിന് വന്നുള്ളൂ കേട്ടോ തൃശ്ശൂർക്ക്. ഞങ്ങൾക്ക് 4 ആൾക്കും കൂടിയിട്ട് 50 രൂപ ടിക്കറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി അവിടെ നിന്ന് ബസ്സിനാണ് യാത്ര. അപ്പോൾ ഹാപ്പി. ഞങ്ങളെ ചെറിയൊരു ട്രിപ്പ് പോയ കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അത്രയേറെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, ഇങ്ങനെ ഇടയ്ക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പല കാരണം കൊണ്ടും പറ്റാറില്ല. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ല വിട്ട് പുറത്ത് പോകുന്നത്. പിന്നെ മക്കളും ഭാര്യ ആദ്യമായിട്ടാണ് ട്രെയിൻ കയറുന്നത്, പിന്നെ ബോട്ടിൽ കയറുന്നത്. അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യം. സംഭവം എറണാകുളം വരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവായൂർ എറണാകുളം വരെയുള്ള ട്രിപ്പാണ്. പക്ഷേ ഒരു രസമല്ലേ. നമ്മളെന്തൊക്കെ ബാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെച്ച് അവരെ കൂടെ, ഞാൻ ഒട്ടുമിക്ക സമയം അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും കൂടിയിട്ട് ജോലിയില്ലാത്ത സമയത്തൊക്കെ ഞാനും വൈഫും കുട്ടികളും കൂടിയിട്ട് തന്നെ കൂടുതൽ പുറത്തു പോകുക. അച്ഛനും അച്ഛനും അമ്മേനെയും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതം കൊണ്ട് പോണേ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുക തന്നെ വേണം. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ
അങ്ങനെയുള്ള വീഡിയോ ഇടയ്ക്ക് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്. ഇഷ്ടപ്പെടുക വെച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എങ്ങനെയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. വീഡിയോ എടുക്കാനും അറിയില്ല, ഇടാനും അറിയില്ല. പക്ഷേ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഇടുന്നു എന്നുള്ളൂ. ഇഷ്ടമാവുക വെച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞോട്ട് ബൈ ബൈ.